കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് 1 മാസം വൻ വിജയമാക്കി സ്ത്രീ യാത്രക്കാർ, വഴിമുട്ടി പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചിട്ട് ഇന്ന് 1 മാസം. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യ പ്രഖ്യാപനം വിജയകരമെന്ന് യാത്രക്കാരും ഗതാഗത മന്ത്രി CP ജോണും പറഞ്ഞു. സ്ത്രീ യാത്രക്കാരുടെ എണ്ണം പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയാവുകയാണ്. പദ്ധതി പ്രഖ്യാപനത്തിൽ പ്രതീക്ഷിച്ചതിൽ നിന്നും 30 കോടി രൂപ പ്രതിമാസം അധികം നൽകേണ്ടി വരും എന്നത് സർക്കാരിന് മുൻപിലെ പ്രതിസന്ധി. അതേസമയം പ്രിയദർശിനി പദ്ധതി വിജയിച്ചതോടെ ജീവിതം വഴിമുട്ടിയെന്ന് പറയുകയാണ് പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും. AI സാങ്കേതിക വിദ്യയിലൂടെ കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി കരിയർ തീരുമാനിക്കാം. കുസാറ്റ് ഗവേഷകർക്ക് പേറ്റന്റ്. എന്ത് പഠിക്കണം, എന്ത് ജോലി വേണം തുടങ്ങി ആശങ്കകൾക്ക് അവസാനമാകും. ഇനി നിർമ്മിത ബുദ്ധി കരിയർ തെരഞ്ഞെടുപ്പിന് സഹായിക്കും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം പ്രൊഫസറായ ഡോക്ടർ സുദീപ് ഇളയിടവും ചിന്മയ വിശ്വവിദ്യാപീഠം ഡീംഡ് സർവകലാശാല അധ്യാപികയായ ഡോക്ടർ അനുപമയും ചേർന്ന് വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണത്തിനാണ് ചരിത്രപരമായ പേറ്റന്റ് ലഭിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ ഉപയോഗിച്ച് വ്യക്തികളുടെയും കുട്ടികളുടെയും അഭിരുചികൾ കണ്ടെത്താം. അതനുസരിച്ച് അനുയോജ്യമായ കരിയറിലേക്ക് നയിക്കുവാനുള്ള സാങ്കേതിക വിദ്യയാണ് ഗവേഷകർ രൂപകൽപ്പന ചെയ്തത്. എഴുതുവാൻ കൂടുതൽ സമയമെടുത്തു. ആറ്റിങ്ങലിൽ 1-ാം ക്ലാസ്സുകാരിയുടെ കൈവിരൽ അധ്യാപിക അടിച്ചൊടിച്ചെന്ന് പരാതി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 1-ാം ക്ലാസ്സുകാരിയുടെ കൈവിരൽ അധ്യാപിക ചൂരൽ കൊണ്ട് അടിച്ചൊടിച്ചെന്ന് പരാതി. ആറ്റിങ്ങൽ കവലിയൂർ GHSലെ അധ്യാപിക റിനിക്കെതിരെയാണ് പരാതി. എഴുതുവാൻ സമയം കൂടുതലെടുത്തു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കുട്ടിയുടെ ഒരു വിരലിൽ പൊട്ടലും മറ്റൊരു വിരലിൽ ചതവുമുണ്ടെന്ന് കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. മിക്സ്ചറിലെ കടല തൊണ്ടയിൽ കുരുങ്ങി മലപ്പുറത്ത് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. മലപ്പുറം കൊണ്ടോട്ടിയിൽ കടല തൊണ്ടയിൽ കുടുങ്ങി 3 വയസ്സുകാരന് ദാരുണാന്ത്യം. കുന്നുംപുറം സ്വദേശി മുനീറിന്റെ മകൻ മുഹമ്മദ് റിസാനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ ഭക്ഷണത്തിന് ശേഷം വീട്ടിലിരുന്ന് ബേക്കറി പലഹാരമായ മിക്സ്ചർ കഴിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ അതിലെ കടല കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ശ്വാസതടസ്സം നേരിട്ട കുട്ടിയെ ഉടൻ തന്നെ കുന്നുംപുറത്തെ ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നുംപുറം കാരാട്ടാലുങ്ങൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഇറാന്റെ അതീവ സുരക്ഷിതമായ ഭൂഗർഭ ആണവ നിലയമായ പിക്കാക്സ് മൗണ്ടൻ തകർക്കുമെന്ന് ട്രംപ്. എന്താണ് സംഭവിക്കുന്നത്? ഇറാന്റെ അതീവ സുരക്ഷിതമായ ഭൂഗർഭ ആണവ നിലയമായ പിക്കാക്സ് മൗണ്ടൻ അമേരിക്കൻ സൈന്യം തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്താണ് പിക്കാക്സ് മൗണ്ടനിൽ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനായ ഹഗ് ഹെവിറ്റുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഇറാനിലെ പിക്കാക്സ് മൗണ്ടൻ ആക്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സെന്റ് ജേക്കബ്സ് ട്രെയിനിംഗ് കോളേജിൽ 2026-28 BEd ബാച്ചിന്റെ അധ്യാപക വിദ്യാർത്ഥികളുടെ കോഴ്സ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം ലാറ്റിൻ അതിരൂപത സഹായ മെത്രാൻ മോസ്റ്റ് റവറന്റ് ഡോക്ടർ ക്രിസ്തുദാസ് R ആണ് ഉദ്ഘാടനം ചെയ്തത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം. ചടങ്ങിൽ കോളേജ് മാനേജർ റവറന്റ് ഫാദർ M. ആൽബർട്ട്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിഡ്സൺ രാജ്, വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡോക്ടർ തദ്ദേയൂസ് ഫിലിപ്പ്, ഡോക്ടർ എലിസബത്ത് സാമുവൽ, കുമാരി അഗ്രജ P. നായർ, ഡോക്ടർ ബെറ്റി സണ്ണി, ശ്രീമതി മേഘ അന്ന എന്നിവർ പ്രസംഗിച്ചു. എംബാപ്പയും വീണു. ഫ്രാൻസിന് പെയിൻ. സ്പെയിൻ ജയിച്ചത് എതിരില്ലാത്ത 2 ഗോളിന്. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഫൈനലിൽ. എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മിഖേൽ ഒയാർസബാലും പോറോയും സ്പെയിനിനായി ഗോൾ നേടി. തുടർച്ചയായ 3-ാം ഫൈനൽ എന്ന ഫ്രാൻസിന്റെ സ്വപ്നങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ഫൈനലിലേക്ക് ലാ റോജകളുടെ മാസ് എൻട്രിയാണ് കണ്ടത്. കളിയുടെ ആദ്യ മിനിറ്റുകളിൽ ആക്രമിച്ചു കളിച്ചത് ഫ്രാൻസ്. എന്നാൽ ലീഡ് എടുത്തത് സ്പെയിൻ ആയിരുന്നു.
ലമീൻ യമാലിനെ ഫ്രഞ്ച് താരം ലൂക്കാസ് ഡിഗ്നെ ചവിട്ടി വീഴ്ത്തിയതിന് സ്പെയിനിന് അനുകൂലമായി പെനാൽറ്റി. കിക്കെടുത്ത ഒയാർസബാലിന് പിഴച്ചില്ല. ടൂർണമെന്റിൽ ഒയാർസബാലിന്റെ 5ാം ഗോൾ. ഈ ലോകകപ്പിൽ ആദ്യമായി ഫ്രാൻസ് പിന്നിൽ പോയതോടെ ആരാധകരുടെ ചങ്ക് കലങ്ങി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.